Hi, good evening, dear students. So today I discuss with module 2 shear reinforcement problem number 1. A reinforced concrete beam has a support section width of 300 mm and effective depth of 600 mm. The reinforced with 3 bars of 20 mm dia using 8 mm dia two-legged stirrups at the spacing of 200 mm is provided. Use M20 grade of concrete and Fe415 grade steel. Estimate the shear strength of support section. നമുക്ക് മൊഡ്യൂൾ 2 ഷിയർ റെയിൻഫോഴ്സ്മെന്റിൽ 4 സെറ്റ് ഓഫ് പ്രോബ്ലംസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിൽ ചോദിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ എക്സാം എഴുതാൻ മാത്രം അല്ല, നമ്മളുടെ ക്യാരിയറിൽ നിങ്ങളൊരു സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യുന്ന സമയം നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഫാർമുലാവും ഏരിയാവുമാണ് നിങ്ങൾ മോസ്റ്റ്ലി നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിനേഷന് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യരുത്, നിങ്ങളുടെ ക്യാരിയറിന് വേണ്ടിയിട്ടും നിങ്ങൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം നമ്മൾ പഠിക്കുന്നത് ടെക്നിക്കലാണ്, അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുള്ളത് വിഡ്ത്ത് 300 mm അവർ തന്നിട്ടുണ്ട്. സോ ബ്രെത്ത് ബി ഈസ് ഈക്വൽ ടു 300 mm. എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ ഡി ഈസ് ഈക്വൽ ടു 600 mm ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട്. റെയിൻഫോഴ്സ്ഡ് വിത്ത് 3 bars of 20 mm dia. അപ്പോൾ 3 bars of 20 mm dia മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ആയിരിക്കും. സോ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് നമ്മൾ AST എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ അതാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ 20 mm dia എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അത് മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ആയിരിക്കും. ഒരു ബീമിൽ ബോട്ടത്തിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ 20 mm dia എത്ര 3 numbers. നെക്സ്റ്റ് യൂസിങ് 8 mm dia two-legged stirrups. ആ ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിൽ, അതായത് 3 bars of 20 mm dia ആ മെയിൻ റെയിൻഫോഴ്സ്മെന്റിനെ എന്താ ഹോൾഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 8 mm dia two-legged stirrups. അപ്പോൾ 2 ലൂപ്പായിരിക്കും, അതാണ് two-legged stirrups. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിറപ്സിന്റെ ഡയ 8 mm, അതും അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൾമോസ്റ്റ് സ്റ്റിറപ്സ് 8 mm 10 mm ആണ് നോർമലി ഉപയോഗിക്കാറുള്ളത്. മെയിൻ റെയിൻഫോഴ്സ്മെന്റിന്റെ ഡയ ഇൻക്രീസ് ആകുമ്പോഴാണ് നമുക്ക് നോർമലായിട്ട് സ്റ്റിറപ്സിന്റെ ഡയാവും ഇൻക്രീസ് ആകുന്നത്. സോ അപ്പോൾ അത് സ്റ്റിറപ്സ് എന്താണോ, 2 ലൂപ്പ് എന്ന് വെച്ചാൽ എന്തായെന്ന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ഓൾറെഡി ചെയ്തു. ഓക്കെ, അറ്റ് ദി സ്പേസിങ് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 200 mm സ്പേസിങ്. ഓരോ സ്റ്റിറപ്സിന്റെ ക്ലിയറൻസ്, അതായത് ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് 200 mm ഈസ് പ്രൊവൈഡഡ്. ഇനി കോൺക്രീറ്റിന്റെ ഗ്രേഡ് M20, സ്റ്റീൽ Fe415 ഗ്രേഡ് ഓഫ് സ്റ്റീൽ. എസ്റ്റിമേറ്റ് ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് സപ്പോർട്ട് സെക്ഷൻ. അപ്പോൾ ടു ഫൈൻഡ് ദ ഷിയർ സ്ട്രെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഷിയർ സ്ട്രെങ്ത് എന്ന് വരുമ്പോൾ ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, കോൺക്രീറ്റിലും ഷിയർ വരും, സ്റ്റീലിലും ഷിയർ വരും. നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്, കാരണം നമ്മൾ സ്റ്റീൽ സെലക്ട് ചെയ്യണം. ഇപ്പം ഈ ഒരു പ്രോബ്ലത്തിൽ അവരെല്ലാം തന്നിട്ടുണ്ട്. ബട്ട് നമ്മൾ നാളെ ഒരു ബീം സെപ്പറേറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ എത്ര mm റാഡ് സ്റ്റിറപ്സിന് പ്രൊവൈഡ് ചെയ്യണം, മെയിൻ റെയിൻഫോഴ്സ്മെന്റ് എത്ര കൊടുക്കണം, അത് ആസ് പെർ ഡിസൈൻ റിക്വയർമെന്റ്സിൽ നമുക്കൊരു അസംഷൻസ് ഉണ്ടാവണം. അപ്പോൾ ഇത്ര ലെങ്ത് ഓഫ് ബീമിന് നമുക്ക് ഇത്ര ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ആ ലോഡിന് ഇത്ര ഷിയർ ഫോഴ്സ് വരും, ഈ ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ ഇത്ര mm ഡയ പ്രൊവൈഡ് ചെയ്യണം എന്ന്. ഓക്കെ, അത് ഡിസൈനിൽ നിങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കും. ബട്ട് ഇപ്പം നമുക്ക് എങ്ങനെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഡേറ്റ എടുത്ത് എഴുതുക. ബ്രെത്ത് ഈസ് ഈക്വൽ ടു 300 mm,
effective depth small d is equal to 600 mm, M20 grade Fe 415 steel. അപ്പോൾ നമുക്ക് to find first നമുക്ക് ചെയ്യേണ്ടത് ഏരിയ ഓഫ് സ്റ്റീൽ AST കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ, ഒരു മെയിൻ റെയിൻഫോഴ്സ്മെന്റിന്റെ ഏരിയ π/4 ഇൻറ്റു d സ്ക്വയർ. d എത്രയായിരിക്കും? 20. എത്ര നമ്പർ ഓഫ് ബാർ? 3 നമ്പേഴ്സ് ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 942 mm സ്ക്വയർ. അടുത്ത് എ ഓഫ് എസ് വി. എ ഓഫ് എസ് വി എന്ന് വെച്ചാൽ എന്താ? ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ വെർട്ടിക്കൽ റെയിൻഫോഴ്സ്മെന്റ്. ഏരിയ ഓഫ് സ്റ്റീൽ വെർട്ടിക്കൽ റെയിൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ സ്റ്റിറപ്സ് ആണ് അവർ മീൻ ചെയ്യുന്നത്. 456 ടൈറ്റിൽ പേജിൽ താഴെ അബ്രിവേഷൻ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിൽ AST എന്താണോ ASV എന്താണോ 456 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേജ് നമ്പർ ഞാൻ തന്നിട്ടുണ്ട് തിയറിയിൽ. ഓക്കെ, സോ അപ്പോൾ എ ഓഫ് എസ് വി ഇസ് ഈക്വൽ ടു 5/4 ഇൻറ്റു 8 സ്ക്വയർ ഇൻറ്റു 2. സോ 100.48 mm സ്ക്വയർ. യൂണിറ്റ് mmലായിരിക്കും. ഇനി സ്പേസിംഗ് എസ് ഓഫ് വി ഇസ് ഈക്വൽ ടു 200 mm. അത് ക്വസ്റ്റ്യനിൽ ആൾറെഡി ഗിവൺ. എസ് ഓഫ് വി എന്ന് വരുമ്പോൾ വെർട്ടിക്കൽ സ്റ്റിറപ്സ് സ്പേസിംഗ്, അതാണ് ആക്ച്വലി എസ് ഓഫ് വി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺക്രീറ്റ് ഗ്രേഡ് M20 ആണ് തന്നിട്ടുള്ളത്. M20ന് സിഗ്മ CBC പെർമിസിബിൾ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് 7 Nm/mm സ്ക്വയർ. അപ്പോൾ 456 പേജ് 81 ടേബിൾ 21 M20 ഗ്രേഡിന് സിഗ്മ CBC ടാബർ കോളത്തിൽ 7 Nm/mm സ്ക്വയർ എന്ന് തന്നിട്ടുണ്ടാവും. ഇതേ ക്വസ്റ്റ്യനിൽ M25 ഗ്രേഡ് ആണെങ്കിൽ ടേബിൾ 21 പേജ് 81 നിങ്ങൾ എന്താ എത്ര mm സ്ക്വയർ എന്ന് നോക്കണം. M15 ഒരു സിഗ്മ CBC വാല്യൂ, M20ക്ക് ഒരു സിഗ്മ CBC, M25ക്ക് നമുക്ക് സിഗ്മ CBC. അപ്പോൾ വാല്യൂ ചേഞ്ച് ആവും. ഓക്കെ, ഇനി അടുത്ത് സ്റ്റീൽ ഗ്രേഡ്. സ്റ്റീൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താ? Fe 415 സ്റ്റീൽ. അപ്പോൾ ഇത് എന്തായിരിക്കും? സിഗ്മ ST ആയിരിക്കും. ഓക്കെ, അപ്പോൾ സിഗ്മ ST എന്ന് വരുമ്പോൾ എന്താ? ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ് ഇൻ സ്റ്റീൽ, ദാറ്റ്സ് ഓൾ. അപ്പോൾ അത് 230 Nm/mm സ്ക്വയർ. പേജ് നമ്പർ 82 ടേബിൾ 22 സ്റ്റീലിന്റെ ടെൻസൈൻ സ്ട്രെങ്ത്. അപ്പോൾ ഫസ്റ്റ് കോൺക്രീറ്റ്, അടുത്ത് സ്റ്റീൽ. അപ്പോൾ അത് ടേബിൾ 22 പേജ് 82 IS 456 നിങ്ങൾ ടാബർ കോളം നോക്കി എടുത്തെഴുതുക. ഇനി ടു ഫൈൻഡ് ബി ഓഫ് യു ഈക്വൽ ടു എത്ര, ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ബി ഓഫ് യു എന്ന് വെച്ചാൽ ടോട്ടൽ ഷിയർ ഫോഴ്സ്. അപ്പോൾ ഈ ബീമിൽ വരുന്ന ഷിയർ ഫോഴ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം മെയിൻ റെയിൻഫോഴ്സ്മെന്റിന്റെ ഡയാവും അവർ തന്നിട്ടുണ്ട്, സ്റ്റിറപ്സ് ടു ലെഗ്ഡ്, ദെൻ വൺ അതിന്റെ ഡയാ അതും തന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്താ കാൽക്കുലേറ്റ് ചെയ്യണം? ടോട്ടൽ ഷിയർ ഫോഴ്സ്. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻ. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഷിയർ റെയിൻഫോഴ്സ്മെന്റ് പ്രോബ്ലത്തിൽ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ടൗ സി മാക്സ്, സെക്കൻഡ് വൺ ടൗ സി. ടൗ സി മാക്സ് എന്ന് വെച്ചാൽ മാക്സിമം ഷിയർ സ്ട്രെസ്. അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് ടൗ സി മാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ 456 പേജ് 85 ടേബിൾ 24. അപ്പോൾ ടൗ സി മാക്സ് ഇസ് ഈക്വൽ ടു M20 ഗ്രേഡിന് 1.8 Nm/mm സ്ക്വയർ ടാബുലർ കോളത്തിൽ തന്നിട്ടുണ്ടാവും. പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ടൗ സി എന്ന് വെച്ചാൽ എന്താ? പെർമിസിബിൾ ഷിയർ സ്ട്രെസ്. അപ്പോൾ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ഫോർമുല ടൗ സി ഈസ് ഈക്വൽ ടു 100 AST/B ഇൻറ്റു D. അപ്പോൾ 100 ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് വെച്ചാൽ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് 100 ഇൻറ്റു 942 ഡിവൈഡഡ് ബൈ ബ്രെത്ത് 300 ഇൻറ്റു 600 ഈസ് ഈക്വൽ ടു 0.52%. അപ്പോൾ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ടൗ സി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കും എന്താ ടാബുലർ ടൗ സി കാൽക്കുലേറ്റ് ചെയ്യാൻ ടേബിൾ 23. അപ്പോൾ ടൗ സി ഫോർമുല ആ ടേബിൾ കോളത്തിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ടാവും.
അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയം 0.52% ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടേബിൾ കോളത്തിൽ 0.5 0.75 ഇൻ ബിറ്റ്വീനിലാണ് നമുക്ക് വാല്യൂസ് നമുക്ക് കിട്ടുന്നത്. 0.5ന് 0.3 ന്യൂട്ടൺ പെർ mm², M20 ഗ്രേഡിന് 0.75%ന് 0.35 ന്യൂട്ടൺ പെർ mm². അപ്പോൾ 0.52വിന് എത്ര ഇന്റർപോളേറ്റ് ചെയ്താൽ നമുക്ക് പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ടൗ സി നമുക്ക് കിട്ടും. ബട്ട് അത് 0.3നും 0.35 ഇൻ ബിറ്റ്വീനിലുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ ടൗ സി ഈസ് ഈക്വൽ ടു 0.304 ന്യൂട്ടൺ പെർ mm². അത് 0.52%നുള്ള വാല്യൂ ആണ് ആക്ച്വലി. സോ അപ്പോൾ ടൗ സി കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്താ ഷിയർ റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ്, ഷിയർ റെസിസ്റ്റഡ് ബൈ സ്റ്റീൽ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൗ സി നമുക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്തിനാ? ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷിയർ റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ്. അപ്പോൾ ഫോർമുല വി ഓഫ് യു സി ഈസ് ഈക്വൽ ടു ടൗ സി ബി ഡി. വി ഓഫ് യു എന്ന് വരുമ്പോൾ ഷിയർ ഫോഴ്സ്, ടോട്ടൽ ഷിയർ ഫോഴ്സ്, സി എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ്. സോ വി ഓഫ് യു സി ഈസ് ഈക്വൽ ടു ടൗ സി ബി ഡി. ടൗ സി വാല്യൂ 0.52വിന് 0.304 ഇൻറ്റ് ബ്രെത്ത് 300, എഫക്റ്റീവ് ഡെപ്ത് 600. സോ ഹോൾ ഡിവൈഡഡ് ബൈ 1000, അതായത് നമുക്ക് കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം ഷിയർ ഫോഴ്സ് ആൾവേസ് കിലോ ന്യൂട്ടൺ. ന്യൂട്ടണിൽ ആരും ഇടണ്ട, കിലോ ന്യൂട്ടണിൽ ഇടുന്നത് എപ്പോഴും ബെസ്റ്റാണ്. ബെസ്റ്റ് എന്നതല്ല, നമുക്ക് ഷിയർ ആൾവേസ് എപ്പോഴും കിലോ ന്യൂട്ടൺ ആയിരിക്കും. അതായത് ബീം ലെന്ത് ആൾമോസ്റ്റ് മീറ്റർ ആയിരിക്കും. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയ ആയിരിക്കും. സ്പേസിങ് ഓരോ സ്റ്റിറപ്സിനും ഇൻ ബിറ്റ്വീനിലുള്ള സ്പേസിങ് നമുക്ക് ആയിരിക്കും. ബെൻഡിങ് മൊമെന്റ് കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. ഷിയർ ഫോഴ്സ് കിലോ ന്യൂട്ടൺ ആയിരിക്കും. ചില കണ്ടീഷനിലോട്ട് നമുക്ക് എന്താ ല് ഇപ്പൊ സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ന്യൂട്ടണിലേക്ക് നമുക്ക് ഷിയർ ഫോഴ്സ് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. ബട്ട് ഈ ഒരു കേസിൽ എന്താ നിങ്ങൾ കിലോ ന്യൂട്ടൺ എടുക്കുക ഷിയർ ഫോഴ്സ്. സോ ടൗ സി വാല്യൂ അറിയാം, ബ്രെത്ത് അറിയാം, ഡെപ്ത് അറിയാം, ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ 1000 ഇട്ടാൽ നിങ്ങൾക്ക് 54.72 കിലോ ന്യൂട്ടൺ. ഇതാണ് ഷിയർ റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ്. അതിൽ കിട്ടുന്ന എന്താ ഷിയർ സ്ട്രെസ്. സെക്കൻഡ് ഷിയർ റെസിസ്റ്റഡ് ബൈ സ്റ്റീൽ. സ്റ്റീൽ മാത്രം ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്നു. സോ അത് വി ഓഫ് യു എസ് ആയിരിക്കും. അപ്പോൾ ഷിയർ ഫോഴ്സ് ഇൻ സ്റ്റീൽ. ഓക്കെ, അതാണ് വി ഓഫ് യു എസ് എന്ന് നമുക്ക് പറയുന്നത്. സോ അതിന് ഫോർമുല 0.87 ഇൻറ്റ് എഫ് വൈ എ എസ് വി ഇൻറ്റ് ഡി ഡിവൈഡഡ് ബൈ എസ് വി. ഇതിൽ 0.87 ഇൻറ്റ് എഫ് വൈ 415 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഗ്രേഡ് എഫ് ഇ 415, ആ 415 ഇൻറ്റ് എ എസ് വി നിങ്ങൾക്കറിയാം എത്ര, സ്റ്റിറപ്സിൻ്റെ ഡയ 8 mm ഡയ ഇൻറ്റ് 2 നമ്പേഴ്സ്. അപ്പോൾ 5/4 ഇൻറ്റ് 8² ഇൻറ്റ് 2 ഇട്ടാൽ 100 mm² വരും. ഇൻറ്റ് എഫക്റ്റീവ് ഡെപ്ത് ഡി 600 ഡിവൈഡഡ് ബൈ വെർട്ടിക്കൽ സ്റ്റിറപ്സിൻ്റെ സ്പേസിങ് അവർ തന്നിട്ടുണ്ട് 200 mm ഇൻറ്റ് 1000. എന്തിനാ? കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. സോ 108 കിലോ ന്യൂട്ടൺ. ഇനി ടോട്ടൽ ഷിയർ ഫോഴ്സ് വി ഓഫ് യു is equal to ഷിയർ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് പ്ലസ് ഷിയർ സ്ട്രെസ് ഇൻ സ്റ്റീൽ is equal to 163 കിലോ ന്യൂട്ടൺ. ഇനി റിസൾട്ട് നിങ്ങൾ എന്താ 1/1 ആയിട്ട് എടുത്തെഴുതുക. ഷിയർ റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ് വി ഓഫ് യു സി 54 കിലോ ന്യൂട്ടൺ. ഷിയർ റെസിസ്റ്റഡ് ബൈ സ്റ്റീൽ വി ഓഫ് യു എസ് ഈക്വൽ ടു 108 കിലോ ന്യൂട്ടൺ. ടോട്ടൽ ഷിയർ ഫോഴ്സ് വി ഓഫ് യു ഇസ് ഈക്വൽ ടു 163 കിലോ ന്യൂട്ടൺ എന്ന് എടുത്തെഴുതുക. ഇത് ബേസ് ചെയ്തായിരിക്കും പ്രോബ്ലം വരുന്നത്. ഓക്കെ.
ഇനി സെക്കൻഡ് പ്രോബ്ലം. ഈ പ്രോബ്ലം നിങ്ങൾ ഫുള്ള് ഒന്ന് വർക്കൗട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് തരാം. നിങ്ങളത് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഫസ്റ്റ് പ്രോബ്ലം തന്നെ സെക്കൻഡ് പ്രോബ്ലം, ബട്ട് അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റെപ്പ് നമുക്ക് വരും. ഞാനത് പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ പ്രോബ്ലം നമ്പർ 2, പേജ് നമ്പർ 3. A reinforced concrete beam of a rectangular section has a width of 250 mm. Effective depth is equal to 500 mm. The beam reinforced with 4 bars of 20 mm dia on tension side and tension bar are bent up at 45 degree near the support section. In addition, the beam is provided with two-legged stirrups of 8 mm dia at 150 mm center to center. FCK is equal to 25 Newton per mm square. Fy 415 Newton per mm square. Estimate the ultimate strength of the support section. അപ്പോൾ ഇതിലും എന്താണ് ചോദിക്കുന്നത്? ഷിയർ സ്ട്രെസ് ആണ് അവരെന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പ്രോബ്ലം ഇത്ര ലാങ് ആയിട്ട് ഉണ്ടല്ലോ എന്ന് ആരും വിചാരിക്കരുത്. ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചറിൽ പ്രോബ്ലം 2 ലൈൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആണ്. ബട്ട് 4 ലൈൻസ് 5 ലൈൻസ് ആണെങ്കിൽ ആൾമോസ്റ്റ് എല്ലാ വാല്യൂസും അവർ തന്നിട്ടുണ്ടാവും. പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ ഈസിയാണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ പ്രീവിയസ് പ്രോബ്ലം പോലെ തന്നെയാണ് ഈ പ്രോബ്ലം. അപ്പോൾ വിഡ്ത്ത് തന്നിട്ടുണ്ട് ബി is equal to 250 mm. എഫക്റ്റീവ് ഡെപ്ത് ഡി is equal to 500 mm. ഇനി ഏരിയ ഓഫ് സ്റ്റീൽ എത്ര? 4 ബാർസ് ഓഫ് 25 mm ഡയ അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ബെൻഡ് അപ്പ് അറ്റ് 45 ഡിഗ്രി നിയർ ദ സപ്പോർട്ട് സെക്ഷൻ. ആ 45 ഡിഗ്രി എന്താണെന്ന് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി 2 legged stirrups 8 mm ഡയ, പ്രീവിയസ് കേസ് പോലെ തന്നെ. സ്പേസിംഗ് എത്ര? 150 mm അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. FCK 25, Fy 415 Newton per mm square. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ഡേറ്റ എടുത്തെഴുതുക. ഫസ്റ്റ് ടു ഫൈൻഡ് എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? AST π/4 ഇൻറ്റ് 25 സ്ക്വയർ ഇൻറ്റ് 4 ഇട്ടാൽ നമുക്ക് എന്താ AST കിട്ടും. A ഓഫ് SV എന്ന് വരുമ്പോൾ π/4 ഇൻറ്റ് 8 സ്ക്വയർ ഇൻറ്റ് 2 അതെന്തായിരിക്കും? സ്റ്റിറപ്സിൻ്റെ ഡയ. ഇനി അടുത്ത് സ്പേസിംഗ് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. S ഓഫ് V is equal to എത്ര? 150 mm. കോൺക്രീറ്റ് ഗ്രേഡ് FCK is equal to 25 Newton per mm square ആണ് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ നമുക്ക് ഗ്രേഡ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. FCK 25 ആണെങ്കിൽ M25 ഗ്രേഡ് ആയിരിക്കും. M20 ആണെങ്കിൽ FCK എത്രയായിരിക്കും? 20 Newton per mm square ഇരിക്കും. സോ അപ്പോൾ ഇവിടുത്തെ FCK എന്ന് വെച്ചാൽ M25 ഗ്രേഡ്. അപ്പോൾ ടൗ സി മാക്സ് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം നിങ്ങൾ ടാബ്ലർ കോളത്തിൽ നോക്കേണ്ടത് M25 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിൽ. പ്രീവിയസ് ക്ലാസ്സിൽ നിങ്ങൾ M20 ആണ് നിങ്ങൾ നോക്കിയത്. ഇതിൽ M25 ആണ്. സ്റ്റീൽ സെയിം ആണ്, കാരണം FE 415 ആണ് അവർ തന്നിട്ടുള്ളത്. FY 415 Newton per mm square. സോ അത് ഏതായിരിക്കും? FE 415 ആയിരിക്കും. ബട്ട് കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി അതുപോലെ V ഓഫ് UC കാൽക്കുലേറ്റ് ചെയ്യുക, V ഓഫ് US കാൽക്കുലേറ്റ് ചെയ്യുക. V ഓഫ് U is equal to V ഓഫ് UC പ്ലസ് V ഓഫ് US. ഇത് പ്രീവിയസ് പ്രോബ്ലം പോലെ തന്നെ. ബട്ട് ഫൈനൽ സ്റ്റെപ്പിൽ ക്വസ്റ്റ്യനിൽ ടെൻഷൻ ബാർ ആർ ബെൻഡ് അപ്പ് അറ്റ് 45 ഡിഗ്രി നിയർ ദ സപ്പോർട്ട് സെക്ഷൻ എന്ന് അവർ തന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് ഒന്നുമല്ല, വെർട്ടിക്കൽ സ്റ്റിറപ്സിന് ജസ്റ്റ് ഒരു 45 ഡിഗ്രി സപ്പോർട്ട് സൈഡിൽ
സ്റ്റിറപ്സിനെ എന്താ ഇൻക്ലൈൻഡ് ആയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ 90 ഡിഗ്രി, 45 ഡിഗ്രിയിൽ രണ്ട് സപ്പോർട്ട് എഡ്ജിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ സ്റ്റിറപ്സിനെ അവർ ജസ്റ്റ് ഒരു ഇൻക്ലൈൻഡ് 45ൽ ജസ്റ്റ് അവർ ഒരു സ്ലോപ്പിംഗ് ഒരു ഇൻക്ലൈൻഡ് ആംഗിൾ അവർ കൊടുത്തിട്ടുണ്ടാവും. കാരണം ചിലപ്പോൾ ഒരു സപ്പോർട്ടിൽ ഒരു കോളത്തിൽ 4 ബീം മീറ്റ് ആകുന്ന ടൈം ഈ സ്റ്റിറപ്സ് ക്ലോസർ ഇന്റർവെല്ലിൽ അവർ കൊടുക്കും. അത് ഒരു കേസ്. രണ്ടാമത്തെ കേസ്, അഡീഷണൽ ബാർ മെയിൻ റെയിൻഫോഴ്സ്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന സമയം ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കും. ബട്ട് അതിൽ കോൺസെപ്റ്റ് കൂടുതലാണ്. ബട്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കാരണം അത് ബീം കോളം ഡിസൈൻസ് ഒരു ജോയിന്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയം കുറച്ചുകൂടെ നിങ്ങൾക്കത് മനസ്സിലാവും. ബട്ട് ഇപ്പോൾ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് 45 ഡിഗ്രി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ 45 ഡിഗ്രി എന്ന് തന്നതുകൊണ്ട് ഫൈനൽ സ്റ്റെപ്പിൽ നമുക്കൊരു ഫോർമുല കോഡ് ബുക്കിൽ പർട്ടിക്കുലർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻക്ലൈൻഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫോർമുല വേറെ. സോ അതിൻ്റെ ഫോർമുല കോഡ് ബുക്കിലുണ്ട്. അപ്പോൾ വി ഓഫ് യു സിംഗിൾ ബാർ എന്ന് വെച്ചാൽ നമുക്ക് എന്താ, അതൊരു സ്ലോപ്പിംഗ്, അതൊരു സിംഗിൾ ബാർ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. സിംഗിൾ ബാർ എന്ന് വെച്ചാൽ ഇൻക്ലൈൻഡ് ആണ് ആക്ച്വലി. സോ അതിൻ്റെ ഫോർമുല 0.87 ഇൻറ്റു FY ASV ഇൻറ്റു സൈൻ 45 ഡിഗ്രി ഡിവൈഡ് ബൈ 1000. അപ്പോൾ നിങ്ങൾക്കറിയാം 0.87 FY 415 415 ഇൻറ്റു A ഓഫ് SV എന്താണ് എന്ന് നിങ്ങൾക്കറിയാം, π/4 ഇൻറ്റു 8 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ തീറ്റ ഈക്വൽ ടു എത്ര, 45 ഡിഗ്രി. സോ ഡിവൈഡഡ് ബൈ 1000 നമുക്ക് എന്താ, ഷിയർ ഫോഴ്സ് കിലോ ന്യൂട്ടണിലാണ് വേണ്ടത്. സോ അപ്പോൾ നമുക്ക് എന്താ, സിംഗിൾ ബാറിൻ്റെ ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടും, ഷിയർ സ്ട്രെസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫോർമുല പേജ് 73 40.4 ക്ലാസ് നമ്പർ സിയിൽ ഈ ഫോർമുല അവർ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഇൻക്ലൈൻഡ് ബാർ, സിംഗിൾ, ഡബിൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ സിംഗിൾ, കാരണം അവർ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ സിംഗിളായിട്ട് എടുക്കുകയാണ്. ഓക്കെ. സോ വി ഓഫ് യു ഈക്വൽ ടു ഫൈൻഡ് ഔട്ട് ഇത്ര കിലോ ന്യൂട്ടൺ എന്ന് വരും. ഇനി പേജ് നമ്പർ 4, ടോട്ടൽ ഷിയർ ഫോഴ്സ് വി ഓഫ് യു ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്, ഷിയർ സ്ട്രെസ് ഇൻ സ്റ്റീൽ പ്ലസ് ഇൻക്ലൈൻഡ് സിംഗിൾ സ്റ്റിറപ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കിലോ ന്യൂട്ടൺ. ഓക്കെ. അപ്പോൾ സെക്കൻഡ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ടൈം നിങ്ങൾ എന്താ, കോഡ് ബുക്കിൽ പേജ് നമ്പർ 73ൽ ക്ലാസ് 40.4 സിയിൽ ഫോർമുല അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടാവും. സോ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ റീഡ് ചെയ്യുക, പ്രോബ്ലം ഡയറക്റ്റ് സോൾവ് ചെയ്യുക. സെക്കൻഡ് മോഡ്യൂളിൽ ഫോർമുലാസ് നമുക്ക് എന്താ, കോഡ് ബുക്കിൽ അവൈലബിളാണ്. എല്ലാം നിങ്ങൾ കോഡ് ബുക്ക് നോക്കിയാണ് ചെയ്യുന്നത്. ബട്ട് കോൺസെപ്റ്റ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ ഈസി ആയിട്ട് നമുക്ക് എന്താ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു. അപ്പോൾ എല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ഫോർവേഡ് ചെയ്യുക. ഓക്കെ.